Hi everyone, welcome to yet another video of Natural Lines. Today we are going to talk about the poem Ode on a Grecian Urn, written by John Keats. Let's learn the poem in a nutshell. Once again, welcome to the video. Before going to the poem, I would like to talk about the poet, that is John Keats. He was born in the year 1795 and he was died on 1821. And he was born in London to poor parents, and he had a broken childhood as he lost his father in a small age. ജോൺ കീറ്റ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മറ്റ് റൈറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ്. ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരൻസിനെ അദ്ദേഹത്തിന് വളരെ ചെറിയ ഏജിൽ തന്നെ നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. ദെൻ ചാൾസ് കൗഡൻ ക്ലാർക്ക് വാസ് ഹിസ് മെൻറ്റർ ഹു എൻകറേജ് ഹിം ടു റീഡ് പോയട്രി. കീറ്റ്സിനെ ആദ്യമായിട്ട് ഈ ഒരു ലിറ്ററേച്ചർ വേൾഡിലേക്ക് അല്ലെങ്കിൽ പോയട്രിയുടെ ആ ഒരു ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചാൾസ് കൗഡൻ ക്ലാർക്കാണ്. ആൻഡ് ഹി വാസ് ഹിസ് മെൻറ്റർ. കീറ്റ്സിൻ്റെ ഒരു മെൻറ്ററായിട്ട് കീറ്റ്സ് പലപ്പോഴും കണ്ടിരുന്നത് ചാൾസ് കൗഡൻ ക്ലാർക്കിനെ തന്നെയായിരുന്നു. ഹി സ്റ്റാർട്ടഡ് ഇമിറ്റേറ്റിംഗ് സ്പെൻസർ വിത്ത് ഹിസ് ഫസ്റ്റ് പോം ലൈൻസ് റിട്ടൺ ഇൻ ഇമിറ്റേഷൻ ഓഫ് സ്പെൻസർ. ആദ്യമായിട്ട് കീറ്റ്സ് എഴുതിയ പോം എന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഇമിറ്റേഷൻ ഓഫ് സ്പെൻസർ എന്ന് പറയുന്ന പോമാണ്. ഈ പോയത്തിൽ ആ ഒരു ടൈറ്റിൽ സിഗ്നിഫൈ ചെയ്യുന്ന പോലെ തന്നെ സ്പെൻസറിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ജോൺ കീറ്റ്സ് ട്രൈ ചെയ്തിരുന്നത്. കീറ്റ്സ് ഫസ്റ്റ് ബുക്ക് പോംസ് വാസ് പബ്ലിഷ്ഡ് ഇൻ മാർച്ച് 1817. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് പോംസ് എന്ന് പറയുന്ന, അതായത് ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പോംസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആൻഡ് ദറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ മാർച്ച് 1817. And this book was written under the influence of contemporary poet Leigh Hunt. തൻ്റെ ആ ഒരു ടൈമിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലേഹണ്ടിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ അദ്ദേഹം എഴുതിയ വർക്ക് തന്നെയാണ് ഈ പോംസ് എന്ന് പറയുന്ന ബുക്ക്. Then Keats died at the age of 25 due to tuberculosis. His ambition was to be remembered next to Shakespeare. അപ്പം വളരെ ചെറിയ യങ് ഏജിൽ അറ്റ് ദി ഏജ് ഓഫ് 25 കീറ്റ്സ് മരിക്കുകയാണ് ചെയ്തത്. അത് ഡ്യൂ ടു ട്യൂബർക്ലോസിസ്. ദെൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിനെ ഓർമ്മിക്കണം എന്നുള്ളതാണ്. ആൻഡ് സ്റ്റിൽ നമുക്ക് പറയാൻ സാധിക്കും ഷേക്സ്പിയറിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ലിറ്ററേച്ചറിൽ നമുക്ക് പറയാവുന്നൊരു റൈറ്റർ തന്നെയാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അബൌട്ട് ഹിസ് പേഴ്സണൽ ലൈഫ്, ഹി ഹാഡ് എ ലവർ നെയ്മഡ് ഫാനി ബ്രൗൺ. അദ്ദേഹത്തിന് ഒരു ലവർ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഫാനി ബ്രൗൺ എന്നായിരുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് പോംസ് റിഫ്ലക്റ്റ് ഹിസ് ഡീപ്പ് സെൻസ് ഓഫ് ഫ്രസ്ട്രേറ്റഡ് ലവ്. അവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ആ ഒരു ലവിൻ്റെ ഒരു റിസൾട്ടായിട്ട് പലപ്പോഴും കീറ്റ്സിൻ്റെ പോയത്തിൽ ആ ഒരു പ്യുവർ ലവ്, മേ ബി ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ലവ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ട്യൂബർക്ലോസിസ് കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റ് ദി എൻഡ് ഓഫ് ഹിസ് ലൈഫ് അദ്ദേഹത്തിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വന്നില്ല, അവർക്ക് ഒരു ഒന്നിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. സോ പലപ്പോഴും കീറ്റ്സിൻ്റെ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ലവ് ആണ്. ആൻഡ് ഹിസ് ലവ് ലെറ്റേഴ്സ് ആർ ഓൾസോ ഗ്രേറ്റ് ലിറ്റററി പീസസ്. അതായത് ഫാനി ബ്രൗണിന് വേണ്ടിയിട്ട് ജോൺ കീറ്റ്സ് ഒത്തിരി ലവ് ലെറ്റേഴ്സ് എഴുതി വിടുമായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി ലവ് ലെറ്റേഴ്സ് കയ്യിൽ കരുതിയിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് അതെല്ലാം പിന്നീട് ഒരു വലിയ സാഹിത്യ രചനകളായിട്ട് പുറത്തു വന്നു എന്നാണ് പറയപ്പെടുന്നത്. And he belongs to the second generation of romantic poets with Lord Byron and Shelley. അതായത് റൊമാൻറ്റിക് പോയട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേവ് റൊമാൻറ്റിക് പോയിറ്റ്സ് ഉണ്ട്, ദെൻ വി ഹാവ് സെക്കൻഡ് വേവ് റൊമാൻറ്റിക് പോയിറ്റ്സ്. ആൻഡ് ഫസ്റ്റ് വേവിലുള്ളത് വി നോ ദറ്റ് ഇസ് കോളറിഡ്ജ്, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് ബ്ലേക്ക്. ഇവർ 3 പേരാണ് ഫസ്റ്റ് വേവിലുള്ളത്. ആൻഡ് ജോൺ കീറ്റ്സ് ബിലോങ് ടു സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയിറ്റ്സ് വിത്ത് ലോർഡ് ബൈറൺ ആൻഡ് പി.ബി. ഷെല്ലി. ആൻഡ് ഹി വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ലോട്ട്സ് ഓഫ് റൈറ്റേഴ്സ്. ഒത്തിരി റൈറ്റേഴ്സിന് എഴുതാൻ പ്രചോദനമായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ്. ദെൻ ദി ഓഡ്സ് ആർ കീറ്റ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് പോയറ്റിക് അച്ചീവ്മെൻറ്റ്.
കീറ്റ്സ് ഒത്തിരി പോംസ് എഴുതിയിട്ടുണ്ടെങ്കിലും കീറ്റ്സിന് ഏറ്റവും ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഓഡ്സ് ആണ്. ഓഡ്സ് എന്ന് പറയുന്നത് അഡ്രസ്സിങ് പോംസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാം. എന്തെങ്കിലും അത് നേച്ചറിലുള്ള ചിലപ്പോൾ ബേർഡ്സ് ആവാം, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആവാം, എന്തെങ്കിലും ഒരു തിങ് ആവാം. എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് എഴുതുന്ന ഒരു പോയത്തിനെയാണ് നമ്മൾ ഓഡ്സ് എന്ന് പറയുന്നത്, വിച്ച് മീൻസ് അഡ്രസ്സിങ് പോം. അപ്പം അത്തരത്തിലുള്ള ഓഡ്സ് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോയറ്റിക് അച്ചീവ്മെൻ്റ് ആയിട്ട് ലിറ്റററി വേൾഡ് കണക്കാക്കപ്പെടുന്നത്. Then he was inspired to write this poem after reading 2 articles by Benjamin Hayden. ഈ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന പോം എഴുതാനുള്ള സാഹചര്യം അദ്ദേഹം ബെഞ്ചമിൻ ഹെയ്ഡൻ എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ 2 ആർട്ടിക്കിൾസ് വായിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ജോൺ കീറ്റ്സ് ഈ പോം എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഹി ഹാസ് റിട്ടൺ 5 ഓഡ്സ്. ഇദ്ദേഹം 5 ഓഡ്സുകൾ ടോട്ടൽ എഴുതിയിട്ടുണ്ട്, വിച്ച് ഈസ് ഇൻ ദിസ് ഓർഡർ. ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഓർഡറിലാണ് അത് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഓഡ് ടു സൈക്കി, ദെൻ ഓഡ് ടു എ നൈറ്റിംഗേൾ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഓഡ് ടു ഓട്ടം, ഓഡ് ഓൺ മെലാൻകൊളി. ഇത്രയും 5 ഓഡ്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആൻഡ് അവർ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ദാറ്റ് വാസ് ഇൻ ദി 3rd പൊസിഷൻ. Then other notable works: Hyperion, Endymion, The Eve of St. Agnes, La Belle Dame Sans Mercy, Bright Star, Lamia, Isabella. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പല നോട്ടബിൾ വർക്ക്സ്. ഞാൻ ജസ്റ്റ് നോട്ടബിൾ വർക്ക്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി വർക്ക്സ് അദ്ദേഹം വേറെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി പോം, ദറ്റ് ഈസ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. സോ നമ്മൾ സ്റ്റാൻസ വൈസ് സമ്മറിയാണ് പറയുന്നത്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാൻസ 1. സ്റ്റാൻസ 1ൽ പറയുന്നത് ദിസ് ഓഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 സ്റ്റാൻസസ് ഓഫ് 10 ലൈൻസ് ഈച്ച്. 10 വരികൾ ഉള്ള 5 സ്റ്റാൻസസ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഓഡ് കണ്ടെയ്ൻസ് നറേറ്റേഴ്സ് ഡിസ്കോഴ്സ് ഓൺ എ സീരീസ് ഓഫ് ഡിസൈൻസ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. അതായത് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്നാണല്ലോ. അതായത് ഹീസ് അഡ്രസ്സിങ് ആൻ ഏൺ, ഒരു ഏണിനെയാണ് പോയറ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. ഏൺ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം പോലത്തെ ഒരു ഷേപ്പുള്ള ഒരു സംഭവം, അതിനെയാണ് നമ്മൾ ഏൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേഷ്യൻ ഏൺ, വിച്ച് മീൻസ് ഇറ്റ്സ് ഫ്രം ഗ്രീക്ക്, അല്ലെങ്കിൽ ഗ്രീസിൽ നിന്നുള്ള ഒരു ഏണിനെയാണ് ഇവിടെ പോയറ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് കീറ്റ്സ് ഹാഡ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പോഷർ ടു ദ എൽജിൻ മാർബിൾസ്. അതായത് കീറ്റ്സ് ഇത് എഴുതുന്നത് എൽജിൻ മാർബിൾസിനെ പറ്റി അത്യാവശ്യം അറിവുള്ള ഒരാളായിട്ട് ആണ് അദ്ദേഹം ഇത് എഴുതുന്നത്. എൽജിൻ മാർബിൾസ് എന്താണെന്ന് ഞാൻ പറയാം. എൽജിൻ മാർബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കളക്ഷൻ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ്, ആൻഡ് ഇറ്റ് വാസ് ഡിസ്പ്ലേഡ് ഇൻ ദ ബ്രിട്ടീഷ് മ്യൂസിയം ലണ്ടൻ. അതായത് ഗ്രീക്ക് സ്കൾപ്ചേഴ്സിൻ്റെയും അതുപോലെ ഗ്രീക്ക് ആർട്ടിൻ്റെയും അതിൻ്റെ എല്ലാം കൂടി ഒരു കളക്ഷനാണ് ഈ എൽജിൻ മാർബിൾസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയം ലണ്ടനിലാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് ഇൻ ഗ്രീസ്. ഇത് ഗ്രീസിലെ ഏതൻസിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ പിന്നീട് അവിടെ നിന്നും ലണ്ടനിലേക്ക് അത് മാറ്റിയതാണ്. അതൊരു വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എനിവേ, ആ ഒരു എൽജിൻ മാർബിൾസ്, ആ ഒരു കളക്ഷനിലുള്ള ഒരു ഏൺ ആണ് ഈ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നത്. അപ്പം ഈ പോയറ്റിന് ഈ ഗ്രേഷ്യൻ ഏണുമായിട്ട്, അല്ലെങ്കിൽ ഗ്രേഷ്യൻ ഏണിൽ ആ മ്യൂസിയത്തിൽ ചെന്ന് ഈ ഗ്രേഷ്യൻ ഏൺ കാണുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൽ പോർട്രേ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് എന്താണ്, ഇതിനെയൊക്കെ പറ്റിയുള്ള ഒരു വിവരണമാണ്, അല്ലെങ്കിൽ ഒരു നറേഷനാണ് ഈ 5 സ്റ്റാൻസാസിൽ ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഈ ഏൺ കാണുമ്പോൾ ഓരോ സൈഡിൽ നിന്നും എന്തൊക്കെ പിക്ചേഴ്സാണ് ആ ഏണിലുള്ളത്, അതാണ് ഓരോ സ്റ്റാൻസാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
Then an unknown speaker stands before an ancient Grecian urn and addresses it. Okay, stanza 1-ൽ എന്താ സംഭവിക്കുന്നത്? ഒരു unknown speaker, which means poet itself, he stands before an ancient Grecian urn. ഒരു അത്യാവശ്യം പുരാതനമായിട്ടുള്ള ഒരു ഗ്രേഷ്യൻ ഏണിൻ്റെ ഫ്രണ്ടിൽ മ്യൂസിയത്തിൽ നമ്മുടെ സ്പീക്കർ പോയി നിൽക്കുവാണ്. ആൻഡ് ഹി സ്റ്റാർട്ട് അഡ്രസ്സിങ് ദിസ് പെർട്ടിക്കുലർ ഏൺ. ഈ ഏണിനെ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്ത് തുടങ്ങുവാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ദ ഏൺ ഈസ് എ വെർജിൻ ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്. അതായത് ഈ ക്വയറ്റ്നസ്, വളരെ കാം ആൻഡ് ക്വയറ്റ്നസ് ആയിട്ടുള്ള ഒരു വെർജിൻ ബ്രൈഡിനെ പോലെ ഈ ഏണിനെ പോയറ്റിന് ഫീൽ ചെയ്യുവാണ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി ഈസ് നോട്ട് റാവിഷ്ഡ് ബൈ ദ സൈലൻറ്റ് ആക്ഷൻ ഓഫ് ടൈം. അതായത് നമ്മൾ ഒത്തിരി സമയം എടുത്തു കഴിയുമ്പോൾ ഈ പ്രകൃതിയിലെ പല കാര്യങ്ങളും നശിഞ്ഞു പോകും, അല്ലേ? അത് മനുഷ്യരുടെ ലൈഫാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കാലാകാലത്തോളം ഇവിടെ ആരും നിൽക്കത്തില്ല, എല്ലാവരും നശിഞ്ഞു പോകും. ബട്ട് ഇൻ ദ ടൈം, അല്ലെങ്കിൽ നമുക്ക് ആർട്ട് എന്ന് പറയുന്നത്, ആർട്ടിന് ഒരിക്കലും ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു നശിഞ്ഞു പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി, ഈ ഏണിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് റാവേജ്ഡ് ബൈ ദ സൈലൻറ്റ് ആക്ഷൻ ഓഫ് ടൈം. ടൈമിന് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് വർഷങ്ങളോളം, സെഞ്ച്വറീസ് ആയിട്ട് ഈ മ്യൂസിയത്തിൽ ഈ ഏൺ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം കീറ്റ്സിന് ശേഷവും കീറ്റ്സിന് മുമ്പും ഒക്കെ ഒത്തിരി ആളുകൾ ഇതിനെ കണ്ട് ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിന് മാത്രം അതിൻ്റെ ഭംഗിക്ക് അതൊരിക്കലും ഫെയ്ഡായി പോകുന്നില്ല. അതെന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. വിച്ച് മീൻസ് ടൈം cannot do anything to this particular urn. Time is not a villain here. ടൈമിന് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ ഏൺ ഈസ് എ ഫോസ്റ്റർ ചൈൽഡ്. ഇറ്റ്സ് എ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് ടൈം. പിന്നെ പോയിറ്റ് പറയുവാണ്, ഈ ഏൺ എന്ന് പറയുന്നത് ഒരു ഫോസ്റ്റർ ചൈൽഡാണ്. ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറയുന്നത് അഡോപ്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി, അതായത് സൈലൻസിൻ്റെയും ടൈമിൻ്റെയും കുട്ടിയാണ് ഈ ഒരു ഏൺ എന്ന് പറയുന്നത്. അഡോപ്റ്റഡ് ആയിട്ടുള്ള, കാരണം വളരെ ശാന്തമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഏണിനെ അദ്ദേഹത്തിന് ഒരു ഫോസ്റ്റർ ചൈൽഡായിട്ട് പറയാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ദെൻ ടൈം പാസസ് സ്ലോലി ഫോർ ഇറ്റ്. യൂഷ്വലി ടൈം ഈസ് ഫാസ്റ്റ്. അതായത് സമയം വളരെ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിന്ന് പോകും. അപ്പം ആക്ച്വലി ടൈം എന്ന് പറയുന്നത് ഒത്തിരി സ്പീഡിൽ പോകുന്നൊരു കാര്യമാണല്ലേ. പക്ഷേ ഈ ഏണിൻ്റെ മുൻപിൽ ഒന്നുമല്ല. അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് സംതിങ് ബിയോണ്ട് ദ ഇമാജിനേഷൻ, അല്ലെങ്കിൽ വിച്ച് ഈസ് സംതിങ് ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ്. അതിലും വലുതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ദ ഏൺ ഈസ് എ സിൽവിയൻ ഹിസ്റ്റോറിയൻ ആൻഡ് എ സ്റ്റോറി ടെല്ലർ ദാൻ ദി പോയിറ്റ്. പിന്നെ അദ്ദേഹം പറയുവാണ്, ഈ ഏൺ എന്ന് പറയുന്നത് ഒരു സിൽവിയൻ ഹിസ്റ്റോറിയൻ ആണ്. സിൽവിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്, ട്രീസ്, അതായത് വുഡ്സ്, ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്റോറിയനാണ് സിൽവിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏൺ എന്ന് പറയുന്നത് ഒരു സിൽവിയൻ ഹിസ്റ്റോറിയൻ ആണ്. ആൻഡ് ദിസ് ഏൺ ഡെഫിനറ്റ്ലി എ സ്റ്റോറി ടെല്ലർ ദാൻ ദി പോയിറ്റ്. ഞാനൊന്നുമല്ല, എന്നേലും വലിയ സ്റ്റോറി ടെല്ലറാണ് ഈ ഏൺ എന്ന് പറയുന്നത്. ഈ ഏണിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്നാണ് പോയറ്റ് പറയുന്നത്. ഇറ്റ് ഡെപ്പിക്ട് സെവറൽ സീൻസ് ഓൺ ഇറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഏണിന് ചുറ്റും ഒത്തിരി പിക്ചേഴ്സ് ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒത്തിരി സീൻസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി എന്തൊക്കെ സീൻസാണ് അദ്ദേഹം കാണുന്നത്? ഫസ്റ്റ് വൺ, ലീവ്സ് ക്യാൻ ബി ഫൗണ്ട് അറൗണ്ട് ദ ഏൺ ആസ് ഇറ്റ്സ് ബോർഡർ. അതായത് ഈ ഏണിന് ചുറ്റും ഇങ്ങനെ ഇലകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ പോയിരിക്കുകയാണ്. അത് കാണാൻ വളരെ ഭംഗിയാണ്. വിച്ച് മീൻസ് ആ ഏൺ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലീവ്സിൻ്റെ ഒരു ബോർഡർ പോലെയാണ്. ബോത്ത് ഗോഡ് ആൻഡ് ഹ്യൂമൻസ് പ്രസൻറ്റ്. ഇതിൽ കാണുന്നത് മനുഷ്യന്മാരാണോ അല്ലെങ്കിൽ ഗോഡാണോ എന്ന് പറയാനായിട്ട് പോയറ്റിന് പറ്റുന്നില്ല. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുള്ളാണ് അതിലുള്ള ആളുകളെ കാണാനായിട്ട്. സോ ഹീ ഈസ് ആക്ച്വലി ഇൻ എ കൺഫ്യൂഷൻ വെദർ ദറ്റ് ഈസ് എ ഗോഡ് ഓർ ഹ്യൂമൻ. അത് ഹ്യൂമൻ ആണോ ഗോഡാണോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എനിവേ ബോത്ത് ആർ പ്രസൻറ്റ് ഇൻ ദി ഏൺ. എന്തായാലും രണ്ട് കൂട്ടരും അതിലുണ്ടെന്ന് ഉറപ്പാണ്. ദ സ്പീക്കർ ഈസ് വണ്ടറിങ് അബൌട്ട് വേർ ദി സ്റ്റോറി ടേക്സ് പ്ലേസ്. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതെവിടെയാണ് ഇത് സംഭവിക്കുന്നത്, എവിടെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, ഇത് എവിടെയായിരിക്കും ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ദ ടെമ്പ് ഈസ് എ വാലി ഇൻ ഗ്രീസ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മേ ബി ഇത് ടെമ്പിലാവാം. ടെമ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ വാലി ഇൻ ഗ്രീസ്. ഗ്രീസിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയാണ് ടെമ്പ് എന്ന് പറയുന്നത്. മേ ബി ടെമ്പാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആർക്കാഡി ഈസ് എ റീജിയൻ ഇൻ ഗ്രീസ് അസോസിയേറ്റഡ് വിത്ത് പീസ്ഫുൾ ആൻഡ് സിമ്പിൾ ലൈഫ്. പിന്നീട് പറയുവാണ് ആർക്കേഡിനെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആർക്കാഡി എന്ന് പറയുന്നത് ഗ്രീസിലെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു
ഒരു റീജിയനാണ്. അപ്പോൾ മേ ബി ആർക്കേഡി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് അദ്ദേഹം വരുവാണ്. പിന്നീട് എന്താണ് അദ്ദേഹം കാണുന്നത്? മെയ്ഡൻസ് ഓർ ബ്യൂട്ടിഫുൾ ഗേൾസ് ആർ റണ്ണിങ് എവേ ഫ്രം ദി ലവേഴ്സ്. ഇനി അവിടെ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെയ്ഡൻസും അല്ലെങ്കിൽ വളരെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലവേഴ്സിൻ്റെ കയ്യിൽ പെടാതെ അവരിങ്ങനെ എന്തോ ഓടുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുവാണ്. വിമൻ ആർ സ്ട്രഗ്ലിംഗ് ടു എസ്കേപ്പ് ഫ്രം മെൻസ് ഗ്രാബിംഗ് ആംസ്. മനുഷ്യരുടെ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ കൈനീട്ടി നിൽക്കുവാണ് സ്ത്രീകളെ പിടിക്കാനായിട്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യുവാണ്? അവർ സ്ട്രഗിൾ ചെയ്യുവാണ്. അതായത് അയ്യോ ഇവർക്ക് പിടുത്തം കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഓടാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് ആ ഒരു വർക്ക് അതിൽ കാണുന്നത്. People or gods in the picture playing music by musical instruments such as pipes and timbrels. അതായത് പിന്നെ അദ്ദേഹം കാണുന്നത് ആളുകൾ അല്ലെങ്കിൽ ദൈവങ്ങളാവാം, ഗോഡ്സ് ആവാം, ഇവരെല്ലാവരും മ്യൂസിക് പോലെ എന്തോ പ്ലേ ചെയ്യുവാണ്. ദേ ആർ യൂസിങ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. എന്തോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് പോയിട്ടിന് ഉറപ്പൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി ലുക്സ് ലൈക്ക് പൈപ്സ് ഓർ ടിംബ്രൽസ്. നമ്മുടെ ടിംബ്രൽസും പൈപ്സൊക്കെ പോലെയാണ് അത് കാണുന്നത്. കാണുന്ന ഒരു വിഷ്വൽ ഇമേജ് അതുപോലെയാണ് ഏതാണ്ട്. ദ സ്പീക്കർ ഈസ് കംപ്ലീറ്റ്ലി ഇംപ്രസ്ഡ് ബൈ ദി ആർട്ട്. സ്പീക്കറിന് എന്താ പറയുക, ഈ ഒരു ആർട്ട് വർക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ല, മതിപ്പ് മാത്രമേ ഉള്ളൂ. ഹീ ഈസ് കംപ്ലീറ്റ്ലി ഇംപ്രസ്ഡ് ബൈ ദിസ് പെർട്ടിക്കുലർ ഡെപ്പിക്ഷൻ ഓൺ ദിസ് പെർട്ടിക്കുലർ urn. That is all about stanza 1 and we are moving to stanza 2. The speaker is introducing another image on the urn. ഇനി സ്പീക്കർ എന്താ പറയുന്നത്? ആ ഒരു ഇമേജ് കഴിഞ്ഞു. ഇനി ഏണിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നപ്പം അദ്ദേഹം കണ്ട ഇമേജ് എന്താണെന്നാണ് പറയുന്നത്. Heard melodies are sweet but those unheard are sweeter. ഇവിടെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വരികൾ അദ്ദേഹം എഴുതുന്നത്. എന്താണ്? കേട്ട പാട്ട് മധുരം, കേൾക്കാത്ത പാട്ട് അതിമധുരം. എന്താണത്? എ ഫെയർ യൂത്ത് ഈസ് സിറ്റിംഗ് ബെനീത്ത് ദ ട്രീ വിത്ത് ഹിസ് പൈപ്പ്. പിന്നെ കാണുന്ന സീൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യങ് മാൻ. അയാൾ എന്ത് ചെയ്യുവാണ്? അയാൾ ട്രീയുടെ അടിയിൽ ഇരിക്കുവാണ്. ആൻഡ് ഹീ ഈസ് ആക്ച്വലി പ്ലേയിങ് ഹിസ് പൈപ്പ്. അയാൾ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഹീ ഈസ് പ്ലേയിങ് ആൻ ഇമാജിനറി സോങ്. അയാൾ എന്തോ ഇമാജിനറി സോങ് അല്ലെങ്കിൽ എന്തോ സോങ് അയാൾ പ്ലേ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ നമുക്കതൊരിക്കലും കേൾക്കാൻ പറ്റില്ല. കാരണം ഇത് ഏണിൽ ഡെപ്പിക്റ്റ് ചെയ്ത കാർവ് ചെയ്ത കാര്യമല്ല. ഇത് നമുക്ക് ആർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം ദിസ് ക്യാൻ ബി ആൻ ഇമാജിനറി സോങ്. ഇതൊരു ഇമാജിനറി സോങ് ആയിരിക്കും അല്ലേ. ദിസ് ഗായ് വിൽ ഓൾവേസ് ബി പ്ലേയിങ് ദ സെയിം സോങ് ആൻഡ് ഇൻ സെയിം പൊസിഷൻ. പിന്നീട് അദ്ദേഹം എന്താ പറയുന്നത്? ഇയാൾ ഒരിക്കലും അവിടെ നിന്ന് എണീക്കില്ല. എന്താ ചെയ്യുന്നത്? അയാൾ കാലാകാലത്തോളം അല്ലെങ്കിൽ സെഞ്ച്വറീസോളം ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അയാൾ എന്താ ചെയ്യുന്നത്? ഹീസ് പ്ലേയിങ് ദ സെയിം സോങ് ആൻഡ് ഇൻ ദ സെയിം പൊസിഷൻ. അയാൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അങ്ങനെ തന്നെ കടന്നു പോകും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം അത് ആർട്ട് വർക്ക് അല്ലേ, അതിന് മരണമില്ലല്ലോ. അതെങ്ങനെയാണോ അത് അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക. അതൊരിക്കലും അതിന് സോങ്ങിനൊരു സോങ് നിന്ന് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ പൊസിഷനിൽ നിന്ന് അയാൾ എണീക്കുകയോ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. No one can hear the music with the sensual ear and it will be silent. അതാണ് പറയുന്നത്. നമുക്ക് ആർക്കും ആ ഒരു സംഗീതം കേൾക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഗീതമായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി സൈലൻറ്റ്. അത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണല്ലോ, നമുക്ക് ആർക്കും കേൾക്കാൻ സാധിക്കില്ല. He cannot stop the melody and this music. ഇറ്റ് ഈസ് എൻ ഇമ്മോർട്ടൽ വൺ. അയാൾക്ക് ഒരിക്കലും ഈ മെലഡിയസ് ആയിട്ടുള്ള ഈ സോങ് നിർത്താനോ അല്ലെങ്കിൽ മ്യൂസിക് നിർത്താനോ സാധിക്കില്ല. കാരണം അത് ഇമ്മോർട്ടലാണ്, അതൊരിക്കലും നശിഞ്ഞു പോകില്ല. The fair youth will never kiss his lover as well as he cannot touch her beauty. പിന്നെ എന്താ കാണുന്നത്? ഇയാളുടെ അടുത്ത് തന്നെ ഇയാളുടെ ലവറുണ്ട്. പക്ഷേ ഈ ലവറിനെ ഒന്ന് കിസ് ചെയ്യാനായിട്ട് അയാൾക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം അവരുടെ പൊസിഷൻ അവരങ്ങനെ തന്നെ നിൽക്കും. ലവറിനെ കിസ് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ലവറിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും അല്ലെങ്കിൽ തൊടാൻ പോലും നമ്മുടെ ഫെയർ യൂത്തിന് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ യങ് മാന് സാധിക്കുന്നില്ല. ഷി ക്യാൻ നെവർ ഫേഡ് ബിഫോർ ഹിം. അവൾക്കാണെങ്കിലോ ഒരിക്കലും അയാളുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നോ നീഡ് ഓഫ് ഗ്രീഫ് ആൻഡ് പെയിൻ ഹിയർ. ഇവിടെ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സങ്കടമില്ല. അതായത് ഇവിടെ എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ അവരുടെ ആ ഒരു ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Their love is pure and it will remain for centuries and centuries. അതായത് അവരുടെ പ്രണയം എന്ന് പറയുന്നത് അത് ട്രൂ ലവ് ആണ് അല്ലേ. അതായത് നമ്മുടെ കളങ്കപ്പെടുന്ന സ്നേഹമൊന്നും അല്ലത്. അത് വർഷങ്ങളോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് സെഞ്ച്വറീസ് ബൈ സെഞ്ച്വറീസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇമാജിനറി വേൾഡ് ഈസ് സുപ്പീരിയർ ദാൻ ദ റിയൽ വേൾഡ് ഓഫ് എക്സ്പീരിയൻസ്. അതായത് ഈ ഒരു സ്റ്റാൻസയിൽ
അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇമാജിനറി വേൾഡാണ് കുറച്ചും കൂടി സുപ്പീരിയർ വെൻ കമ്പയർ ടു ദ റിയൽ വേൾഡ് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ. അതായത് നമ്മളുടെ റിയൽ വേൾഡ് എന്ന് പറയുമ്പം ഇവിടെ അസൂയയും കുശുമ്പും അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ലവ് ആണെങ്കിലും പ്യുവർ ലവ് അല്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹി സേസ് ഇമാജിനറി വേൾഡ് ഈസ് സംതിങ് വിച്ച് ഈസ് ഫാർ ബിയോണ്ട് ഓർ വിച്ച് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ് വെൻ കമ്പയർഡ് ടു ദി റിയൽ വേൾഡ്. ഇമാജിനറി വേൾഡിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് പോയിട്ട് കൊടുക്കുന്നത്. ദെൻ മൂവിങ് ടു സ്റ്റാൻസ 3, ദ സ്പീക്കർ അഡ്രസ്സസ് ദ ട്രീസ്. ഇനി സ്പീക്കർ അഡ്രസ്സ് ചെയ്യുന്നത് തൊട്ടടുത്ത ഏണിൻ്റെ നെക്സ്റ്റ് പിക്ചർ എന്താണെന്നാണ് അദ്ദേഹം നോക്കുന്നത്. അടുത്തൊരു വശത്ത് അദ്ദേഹം കാണുന്നത് ട്രീസ് ആണ്. ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ നിയർ ദ ലവേഴ്സ് നെവർ ലൂസ് ദെയർ ലീവ്സ്, ദ വേൾഡ് ഓഫ് ഏൺ നെവർ ചേഞ്ചസ്. അതായത് ഈ ട്രീസ് എല്ലാം ഇങ്ങനെ നിറച്ച് ഇലകളായിട്ട് നിൽക്കുവാണ്. ഈ ഇലകളൊന്നും ഒരിക്കലും പൊഴിഞ്ഞ് താഴെ വീഴില്ല, കാരണം അത് അങ്ങനെ തന്നെയാണ് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരിക്കലും അതിന് ഒരു ചേഞ്ചിങ് ഉണ്ടാവാൻ പോകുന്നില്ല. ദ ട്രീസ് നെവർ സേ ഗുഡ് ബൈ ടു ദ സ്പ്രിങ് ബിക്കോസ് ഹിയർ ഈസ് ഓൾവേസ് സ്പ്രിങ് ടൈം. ഒരിക്കലും സ്പ്രിങ് സീസൺ മാറുന്നില്ല, എപ്പോഴും ഈ ട്രീസ് ഇങ്ങനെ ബുഷി ആയിട്ട് തന്നെ നിൽക്കും. കാരണം എന്താണ്, ഇത് സ്പ്രിങ് സീസൺ ആണ്. ഈ സ്പ്രിങ് സീസൺ ഒരിക്കലും കടന്നു പോകില്ല, കാരണം അത് ഏണിലെ പിക്ചറല്ലേ, അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് എന്നും സ്പ്രിങ് സീസൺ ആയിട്ട് ഇങ്ങനെ കടന്നു പോകും. ദ യങ് മ്യൂസിഷ്യൻ പ്ലേയിങ് പൈപ്പ് ഈസ് എനർജറ്റിക് ഓൾ ദി ടൈം, നോട്ട് ഗെറ്റിംഗ് ടയർഡ്. പിന്നീട് അത് പറയാണ് യങ് മ്യൂസിഷ്യൻ, നമ്മൾ നേരത്തെ കണ്ട യങ് മ്യൂസിഷ്യൻ, അയാൾ വളരെ എനർജറ്റിക് ആണ്. ആൻഡ് ഹീസ് നോട്ട് ഗെറ്റിംഗ് ടയർഡ്. അയാൾ ഒരിക്കലും ടയർഡ് ആവില്ല. അയാൾ എന്നും ആ ഒരു എന്താ പറയുക, ആ ഒരു ഉത്സാഹത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യും. ഒരിക്കലും അയാൾക്കൊരു വിഷമമോ അല്ലെങ്കിൽ ഒരിക്കലും അയാളൊരു ടയർഡ് ആവുകയോ അല്ലെങ്കിൽ ഒന്ന് ക്ഷീണിതനാവുകയോ ഒന്നും അദ്ദേഹം ചെയ്യില്ല. ദ സോങ് ഈസ് ഫ്രഷ് ആൻഡ് ന്യൂ. ആ പാട്ട്, അദ്ദേഹത്തിൻ്റെ സംഗീതം, ആ സോങ് എന്ന് പറയുന്നത് എന്നും ഫ്രഷും ന്യൂവും ആയിരിക്കും. ദ ഹാപ്പിനെസ് ആൻഡ് ലവ് റിമെയിൻസ് ഫോർ എവർ. അവരുടെ ആ ഒരു ഹാപ്പിനെസ്സും ലവും എന്നും എക്കാലത്തും അങ്ങനെ നിലനിന്ന് പോകും. ദിസ് ലവ് ഇസ് ഫാർ എബവ് ദ ഹ്യൂമൻ ബോണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഹ്യൂമൻ ബോണ്ട് വെച്ച് നോക്കുമ്പം ഇവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് സംതിങ് ബിയോണ്ട് ദി നാച്ചുറൽ വേൾഡ്. നാച്ചുറൽ വേൾഡിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് അവരുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത്. ആൻഡ് ദ ലവ് എക്സ്പീരിയൻസ് ത്രൂ ആർട്ട് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് ബ്രിങ്സ് പ്ലഷർ. അതായത് കല എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്, അല്ലെങ്കിൽ അത് സത്യം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് പ്ലഷർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരിക്കലും നമ്മളെ കല അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകില്ല, അതായത് ഒരു മോശമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും നയിക്കില്ല. എപ്പോഴും നമുക്ക് പ്ലഷറും അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ഫ്രഷ്നെസ് നൽകുന്നത് ആർട്ട് എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ്, ഒരു ട്രൂത്ത് തന്നെയാണ്. ദ തിങ്സ് കാർവ്ഡ് ഓൺ ദ ഏൺ വിൽ നോട്ട് ഫേസ് ഡെത്ത്. അതായത് ഈ ഏണിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചേഴ്സും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യില്ല, ഡെത്തിനെ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ദ റിമെയിൻ സെയിം ഫോർ എവർ. ആൻഡ് ടൈം ഈസ് നോട്ട് എ വില്ലൻ ഹിയർ ആൻഡ് ഇറ്റ് നെവർ വറീസ് ദ ലവേഴ്സ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടൈമിന് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. വെൻ ദ സ്പീക്കർ ലുക്സ് അറ്റ് ദി ലവേഴ്സ് ഹിസ് ഹാർട്ട് ബിക്കം സോറഫുൾ. പിന്നീട് സ്പീക്കർ ഈ ലവേഴ്സിനെ നോക്കുമ്പോൾ സ്പീക്കറിന് ഭയങ്കര മതിപ്പ് തോന്നുകയാണ്, അല്ലെങ്കിൽ സ്പീക്കറിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. And he's like a person who's stuck in the desert and instead of water he craves for love. അപ്പോൾ അദ്ദേഹം പറയുവാണ് ഇവരൊരിക്കലും യുണൈറ്റഡ് ആവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവരൊരു പെർഫെക്റ്റ് യൂണിയനിലേക്ക് അവർ വരില്ല. അവരെങ്ങനെയാണോ നിൽക്കുന്നത് ആ പൊസിഷനിൽ അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പം അത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഹാർട്ട് ഭയങ്കര സോറഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. ആൻഡ് അദ്ദേഹം ഒരു ഡെസേർട്ടിൽ നിൽക്കുന്ന ഒരാളെ പോലെ അദ്ദേഹത്തിന് തോന്നുവാണ്. പക്ഷെ അദ്ദേഹം വാട്ടറിന് വേണ്ടിയിട്ടല്ല യാചിക്കുന്നത്. ഹി ആക്ച്വലി വോണ്ട്സ് ലവ്. അദ്ദേഹത്തിന് സ്നേഹമാണ് അവിടെ ആവശ്യം. ഓൾ ഹ്യൂമൻ പാഷൻസ് ആർ ഷോർട്ട് ആൻഡ് ദെയർ ലവ് ഇസ് നോട്ട് പെർമനൻറ്റ്. പിന്നീട് അദ്ദേഹം ഇതിൽ നിന്ന് ഈ ഒരു സ്റ്റാൻസിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ പാഷൻസ് ദേ ആർ വെരി ഷോർട്ട്. അത് വളരെ ചെറുതാണ്. അത് എന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നൊന്നുമില്ല. അത് പെർമനൻ്റ് ആണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയുള്ള ഇമാജിനറി വേൾഡിലുള്ള അല്ലെങ്കിൽ ആർട്ടിലെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പെർമനൻറ്റ്. അല്ലാതെ നമ്മളുടെ നാച്ചുറൽ വേൾഡിലുള്ള കാര്യങ്ങളൊന്നും പെർമനൻ്റ് അല്ല. Then we are moving to stanza 4. Here the speaker is looking at the animal sacrifice. ഇനി ഏണിൻ്റെ മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം കാണുന്ന അടുത്ത പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമൽ സാക്രിഫൈസ് ആണ് കാണുന്നത്. There is a place for sacrifice and it covered with leaves. ഒരു ആൾട്ടർ കാണുന്നുണ്ട്. ഈ അൾത്താരയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലീവ്സൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൺ പ്രീസ്റ്റ് ഈസ് ടേക്കിംഗ് എ ഹെയ്ഫർ ഫോർ ദി സാക്രിഫിഷ്യൽ സെറിമണി. ഒരു പ്രീസ്റ്റ് മുന്നേക്ക് വന്നിട്ട് അയാൾ ഒരു ഹെയ്ഫർ മീൻസ് എ യങ് കൗ, യങ് കൗവിനെ ഒരു സാക്രിഫിഷ്യൽ സെറിമണിയിലേക്ക് കൊണ്ടുവരികയാണ്.
ദ കൗ സിഗ്നിഫൈസ് സഫറിങ് ആൻഡ് സാഡ്നെസ്. ഇവിടെ ആ കൗ എന്ന് പറയുന്നത് സഫറിങ്ങിനെയും സാഡ്നെസ്സിനെയും സിംബലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നറേറ്റീവ് ഫോക്കസസ് ദ ഇൻഡിവിജ്വൽ ലൈഫ്. അപ്പോൾ ഇവിടെ നറേറ്റർ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സാക്രിഫിഷ്യൽ സെറിമണിയാണ്, ആ ഒരു ഇൻഡിവിജ്വൽ ലൈഫിനെയാണ് ഇദ്ദേഹം ഇവിടെ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദി കൗ ഇറ്റ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ഗാർലൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഹോളി ഒബ്ജക്റ്റ്. ഒരു കൗവിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ഇറ്റ് ആക്ച്വലി ഹൈലൈറ്റ്സ് ദ ഏൻഷ്യൻറ്റ് ഗ്രീക്ക് കൾച്ചർ. കാരണം ഗ്രീക്ക് കൾച്ചറിൽ അവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് വേണ്ടിയിട്ട് അവർ ബലി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ പോയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ ഒരു സാക്രിഫിഷ്യൽ സെറിമണി എന്ന് പറയുന്നത് ആ ഒരു പണ്ടത്തെ ഒരു ഏൻഷ്യൻ ഗ്രീക്ക് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ പണ്ട് നടന്നിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ആ ഒരു ട്രഡീഷനിലേക്കാണ് നമ്മളെ റീഡേഴ്സിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് ദ ടൗൺ ഈസ് എംറ്റി ബിക്കോസ് ഓഫ് ദിസ് റിലീജിയസ് സെറിമണി. അപ്പോൾ ടൗണിൽ ആരും തന്നെ ഇല്ല, അവിടെ ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുകയാണ്. ആളുകളെല്ലാം ഈ സാക്രിഫിഷ്യൽ സെറിമണിയുടെ ആ ഒരു ഓൾട്ടറിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുവാണ്. ദെൻ ദ സ്ട്രീറ്റ്സ് വിൽ ബി സൈലൻറ്റ് ആൻഡ് നോ വൺ ക്യാൻ ഗോ ബാക്ക് ടു ദ ടൗൺ. പിന്നീട് അദ്ദേഹം പറയുവാണ് ഈ സാക്രിഫിഷ്യൽ സെറിമണിയിൽ വന്നിട്ട് ആളുകൾക്ക് ഒന്നും തിരിച്ചു പോകാൻ സാധിക്കില്ല. കാരണം അവരെല്ലാവരും എവിടെയാണോ അവിടെ തന്നെ അവർ നിൽക്കേണ്ടി വരും. അവർക്ക് അവരുടെ നേറ്റീവ് അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ ഒന്നും തിരിയാനായിട്ട് സാധിക്കില്ല. ദർ ഇസ് നോ സോൾ ടു ടെൽ ദ റീസൺ ഓഫ് ദി ഹോളിഡേ. പിന്നീട് അദ്ദേഹം പറയുവാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ ഇതൊന്ന് പറഞ്ഞു തരാനായിട്ട്. എന്തായിരിക്കും അവരിങ്ങനെ ഒരു സെറിമണി ചെയ്യുന്നത്, ഇങ്ങനെ ഒരു റിലീജിയസ് സെറിമണി എന്തിനായിരിക്കും അവർ നടത്തുന്നത്, അതെന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. സോ ഹി ആക്ച്വലി വാണ്ട്സ് സം വൺ ടു ടെൽ ദ റീസൺ ഓഫ് ദി ഹോളിഡേ. Then we are moving to the final stanza, that is stanza 5. The poet is released from his reverie. പെട്ടെന്നാണ് പോയിട്ട് തൻ്റെ ആ ഒരു റെവറിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം പോലെ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുള്ളി ഇങ്ങനെ എണീക്കുവാണ്. ഹി പ്രൈസസ് ദ ബ്യൂട്ടി ഓഫ് ദ ഏൺ അഗെയിൻ ആൻഡ് അഗെയിൻ. എന്നിട്ടും അദ്ദേഹം ആ ഏണിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ആഫ്റ്റർ എവരി വൺ ഹാസ് ഡൈഡ് ദ ഏൺ വിൽ കണ്ടിന്യൂസ് ഇറ്റ്സ് ലൈഫ്. പിന്നെ അദ്ദേഹം പറയുവാണ് നമ്മളെല്ലാവരും മരിച്ചാലും ഈ ഏൺ ഇങ്ങനെ തന്നെ ജീവിക്കും അല്ലേ, കാരണം ഇതിനൊരു എൻഡിങ് ഇല്ലല്ലോ. കാരണം ഈ ഒരു ആർട്ട്, ഈ ഒരു പീസ് ഓഫ് ആർട്ട് ഇതെന്നും ഇങ്ങനെ നിലനിൽക്കും. കാരണം കീറ്റ്സിന് മുമ്പും കീറ്റ്സിന് ശേഷവും കീറ്റ്സിൻ്റെ കൂടെയുള്ളവരും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. ഇനി വരുന്ന തലമുറകൾ ഇത് കാണും. അപ്പോൾ ഇതിനൊരു എൻഡിങ് ഇല്ല. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എറ്റേണൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. It's purely an aesthetic piece of art and it is immortal. It is very difficult to think more about the mysterious piece of art. പിന്നെ അദ്ദേഹം കണ്ട പിക്ചേഴ്സാണ് അദ്ദേഹം നമ്മളായിട്ട് ഷെയർ ചെയ്തത്. പക്ഷേ ഇതിനപ്പുറം എന്തൊക്കെയോ അദ്ദേഹത്തിന് പറയാനുണ്ട്. ബട്ട് ഇറ്റ്സ് സംതിങ് മിസ്റ്റീരിയസ് ആൻഡ് ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൾട്ട് ടു എക്സ്പ്ലെയിൻ ഓൾ ദ മിസ്റ്റീരിയസ് തിങ്സ് ദാറ്റ് ബിഹൈൻഡ് ദി ഏൺ. ഏണിൻ്റെ പിന്നിലുള്ള ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാനായിട്ട് പോയിട്ടിന് കഴിയുന്നില്ല. കാരണം അത് അത്രയും നിഗൂഢമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഹി കോൾസ് ദിസ് പെർട്ടിക്കുലർ ഏൺ ആസ് കോൾഡ് പാസ്റ്ററൽ. പിന്നീട് അദ്ദേഹം ഈ ഒരു ഏണിനെ കോൾഡ് പാസ്റ്ററൽ എന്ന് വിളിക്കുന്നുണ്ട്. കോൾഡ് പാസ്റ്ററൽ എന്ന് പറയുന്നത് അതായത് പാസ്റ്ററൽ ആയിട്ടുള്ള, അതായത് വില്ലേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെജിറ്റേഷൻ, ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൂറൽ സെറ്റിങ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ പാസ്റ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൾഡ് പാസ്റ്ററൽ എന്ന് പറയുന്നത് ദിസ് ഏൺ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ റൂറൽ ഇമേജസ്, വില്ലേജസ്, ട്രീസ്, വെജിറ്റേഷൻസ്, എവറിത്തിങ്. സോ അതുകൊണ്ടാണ് അതിനെ കോൾഡ് പാസ്റ്ററൽ എന്ന് വിളിക്കുന്നത്. ദ ഏൺ ഈസ് ഓഫ് കോൾഡ് മാർബിൾ ആൻഡ് ഡെപ്പിക്സ് പാസ്റ്ററൽ സീൻ. അതായത് ഈ മാർബിൾ, തണുത്ത മാർബിളിലാണ് ഇത് കൊത്തിയിരിക്കുന്നത് ആൻഡ് ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് പാസ്റ്ററൽ സീൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ കോൾഡ് പാസ്റ്ററൽ എന്ന് വീണ്ടും വിളിക്കുന്നത്. ആൻഡ് ഹി സേസ് ഓൾഡ് ഏജ് കംസ് ലൈക്ക് എ വില്ലൻ ആൻഡ് ഇറ്റ് വേസ്റ്റ് ദ ഹോൾ ലൈഫ്. അല്ലേ, നമ്മളെല്ലാവരും പ്രായമാകും, അത് ശരിക്കൊരു വില്ലനാണ്, നമ്മൾക്ക് അധികം നാൾ പിന്നീട് ജീവിക്കാൻ സാധിക്കില്ല. ആൻഡ് ടൈം കാൺ ഡു എനിത്തിങ് ടു ദിസ് ഏൺ ആൻഡ് നത്തിങ് ക്യാൻ ഡിസ്ട്രോയ് ഇറ്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ സമയത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. സമയം നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ഒന്നും തന്നെ ഈ ഏണിന് ചെയ്യാൻ സാധിക്കില്ല. ഏണിൻ്റെ മുമ്പിൽ ടൈം ഒന്നുമല്ല. ദിസ് ഏൺ ഈസ് എ ഫ്രണ്ട് ഓഫ് മാൻ ഹു സേസ്. പിന്നീട് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത് ഒരു വൺ ഓഫ് ദി ഫേമസ് ലൈൻസ് ഓഫ് കീറ്റ്സിൻ്റെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈൻസ് വെച്ചിട്ട് അവസാനിക്കുകയാണ്. അതായത് ഈ ഏൺ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെ സുഹൃത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഇസ് ബ്യൂട്ടി, ദറ്റ് ഈസ് ഓൾ യു നോ ഓൺ എർത്ത് ആൻഡ് ഓൾ യു നീഡ് ടു നോ. അതായത്
സത്യം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്, സൗന്ദര്യം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇതാണ് നമ്മൾ ഈ ലോകത്ത് അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും എന്ന്. അതായത് ഇമ്മോർട്ടൽ ലവ് ഇസ് ബെറ്റർ ദാൻ മോർട്ടൽ ലവ്. നശിഞ്ഞു പോകുന്ന ആ ഒരു സ്നേഹമല്ല, അതിനേലും വലുത് ഇമ്മോർട്ടൽ ലവ് തന്നെയാണ്. ആൻഡ് മോർട്ടൽ ലവ് ബ്രിങ്സ് പെയിൻ ആൻഡ് സോറോ. അതായത് നമ്മളുടെ എല്ലാം ലവ് എന്ന് പറയുന്നത് മോർട്ടലാണ്, അത് നശിഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൽ പെയിൻ ഉണ്ട്, സോറോ ഉണ്ട്. പക്ഷേ ഇവിടെ ഇമ്മോർട്ടൽ ലവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് ആർട്ട് ഈസ് ദ ഓൺലി ഔട്ട്ലെറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ബ്യൂട്ടി ആൻഡ് ട്രൂത്ത് ഇൻ ദിസ് വേൾഡ്. കല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഒരു 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 കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ബോത്ത് ബ്യൂട്ടി ആൻഡ് ട്രൂത്ത് ടു ദിസ് വേൾഡ്. ഈ വേൾഡിലേക്ക് ബ്യൂട്ടിയും ട്രൂത്തും ഒരുപോലെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് ആർട്ട്. So that is the summary of the poem Ode on a Grecian Urn. Now we are moving to the major themes of the poem. First theme is permanence of art, which means art is eternal and unchanging, and the beauty of urn provides the celebration of art. And this natural world is mortal and art is immortal. നമ്മൾ കാണുന്ന ആർട്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ആർട്ട് അൺചേഞ്ചിങ് ആണ്, ദറ്റ് ഈസ് എറ്റേണൽ ആണ്, ആൻഡ് ദറ്റ് ഈസ് ഇമ്മോർട്ടൽ ടു. Then the next theme is nature, which means the scenes on the urn are pastoral. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പാസ്റ്ററൽ സീൻസ് ഒത്തിരി ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നാച്ചുറൽ ഇമേജസ് യൂസ്ഡ് ഇൻ ദ പോയം. ഒത്തിരി നാച്ചുറൽ ഇമേജസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് മീൻസ് ട്രീസ്, അതുപോലെ തന്നെ ലീവ്സ്, സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നുണ്ട്, അതുപോലെ റൂറൽ സെറ്റിംഗ് ഇവിടെ പറയുന്നുണ്ട്. ദെൻ വാലീസിന് ആർക്കാഡി ടെമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേച്ചറിന് ഇവിടെ ഒരു വലിയൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹി കോൾ ഓൺ ആസ് സിൽവിയൻ ഹിസ്റ്റോറിയൻ ആൻഡ് കോൾഡ് പാസ്റ്ററൽ. അപ്പോൾ അദ്ദേഹം ഈ പോയറ്റ് നമ്മളുടെ ഏണിനെ സിൽവിയൻ ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നുണ്ട്, കോൾഡ് പാസ്റ്ററൽ എന്ന് വിളിക്കുന്നുണ്ട്. വിച്ച് മീൻസ് സിൽവിയൻ ഹിസ്റ്റോറിയൻ സംതിങ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്, വുഡ്സ് എക്സെട്ര, ആൻഡ് കോൾഡ് പാസ്റ്ററൽ മീൻസ് ദിസ് പർട്ടിക്കുലർ ഏൺ ഈസ് made up of cold marble, and the scenes depicted on the urn, that is pastoral, which means village, rural settings, something like that. So അതുകൊണ്ടാണ് nature ഒരു important theme ആയിട്ട് ഇവിടെ വരുന്നത്. Then next theme is life, that is mortal and immortal life. The scenes depicted on the urn symbolizes immortal life. Then transience of human desire, all things must eventually pass away. പേഴ്സ്യൂട്ട് ഓഫ് ലവ്, കീറ്റ്സ് പേഴ്സണൽ ലൈഫ്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ ഇമ്മോർട്ടൽ ലൈഫിനെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ഇമ്മോർട്ടൽ ലൈഫിനെയാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ഡിസയറിൻ്റെ ആ ഒരു ട്രാൻസിയൻസ്, അതായത് നമ്മളുടെ എല്ലാം ആഗ്രഹങ്ങളാണെങ്കിലും സ്നേഹമാണെങ്കിലും എല്ലാം വളരെ പെട്ടെന്ന് മാറിപ്പോകും. നമുക്കൊരു ഇറ്റ് ഈസ് സംതിങ് ചേഞ്ചിങ്, നമ്മൾ അൺചേഞ്ചിങ് അല്ല, നമ്മളുടെ എപ്പോഴും എല്ലാം മാറിക്കൊണ്ടിരിക്കും, അത് സമയത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ലവ് സീൻ ആണെങ്കിലും ഇവിടെയുള്ള ആളുകളാണെങ്കിലും എല്ലാവരും അതുപോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മേ ബി ഈ ഒരു പോയം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൂടി ആവാം. കാരണം ഈ ഒരു വർക്ക് എഴുതുന്ന സമയത്തൊക്കെ ഫാനി ബ്രൗണിനോടുള്ള ലവ് ലെറ്റേഴ്സ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. സോ മേ ബി ആ ഒരു ലവേഴ്സ് തമ്മിൽ യുണൈറ്റഡ് ആവാത്തതും, അല്ലെങ്കിൽ അവരുടെ ആ യൂണിയൻ നടക്കാത്തതും, അല്ലെങ്കിൽ അവരിങ്ങനെ അവരുടെ പ്യുവർ ലവ് ഇങ്ങനെ നിൽക്കുന്നതും, ഇതെല്ലാം മേ ബി അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. സോ മേ ബി പേഴ്സണൽ ലൈഫ് കൂടി ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. So we are moving to the major symbols. The first major symbol of the poem is the urn itself, which means Grecian urns are connected with death. അതായത് നമ്മൾ കണ്ട ഈ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നത് അത് ആക്ച്വലി മരണമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ദ യൂസ്ഡ് സച്ച് ഏൺസ് ടു ഹോൾഡ് ദ ആഷസ് ഓഫ് ദി ഡെഡ്. അത് മരിച്ചവരുടെ ആ ഒരു ആഷസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏൺസ് ഏൻഷ്യൻ ഗ്രീക്ക് പീപ്പിൾ ഉപയോഗിച്ചിരുന്നത്. സോ ഇറ്റ് സിംബലൈസസ് ദി കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് ലൈഫിനെയും ഡെത്തിനെയും ബോത്ത് അത് സിംബലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദറ്റ് ഈസ് മോർട്ടാലിറ്റി ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ദെൻ ദ പോയം ഈസ് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചർ ഓഫ് ആർട്ട്. ഈ ആർട്ടിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്, അല്ലെങ്കിൽ ആർട്ടിനോടുള്ള ഒരു മതിപ്പ്, അതാണ് ഈ ഒരു പോയം ദ ഏൺ എന്ന് പറയുന്ന ആ ഒരു സിംബലിലൂടെ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദെൻ ട്രീസ് ആൻഡ് ലീവ്സ്, which means it signifies the natural beauty, and this is a pastoral poem. I already mentioned, that is, it focuses the rural life, then explores the relationship between humans and nature, and the poem it uses natural images. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ട്രീസ് ആൻഡ് ലീവ്സ് ഇതിലൊരു മേജർ സിമ്പിളായിട്ട് വരുന്നുണ്ട്.
And that is the end of the analysis part of the poem Ode on a Grecian Urn. So for more literary content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you. Thank you so much.